ഹലോ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പേഴ്സണൽ മെസ്സേജസ് ഒക്കെ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. മാം, ഞാനൊരു റിലേഷൻഷിപ്പിലാണ്, പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ജെനുവിനാണോ എന്ന് എനിക്കറിയത്തില്ല. മേ ബി ഇത്രയും വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കണക്റ്റഡ് ആയിട്ടിരുന്നിട്ടുണ്ട്. ബട്ട് എന്നാൽ പോലും എനിക്ക് ആ ഒരു വ്യക്തി ഒരു മിക്സ്ഡ് സിഗ്നൽസ് ആണ് തരുന്നത്. കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല, അല്ല കമ്മിറ്റ്മെൻറ്റിൻ്റെ നെയിം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കാര്യത്തോടെ എടുക്കുന്ന സമയത്ത് ആൾ ഒരു മൈൻഡും ഇല്ല. ഈ ഒരു വ്യക്തി ഒരു റെഡ് ഫ്ലാഗ് ആണോ, അത് അയാളുടെ മനസ്സിൽ എനിക്ക് എന്തെങ്കിലും ഒരു ജെനുവിൻ ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടോ, ഇമോഷൻസ് ഉണ്ടോ എന്നെനിക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട് മാം. ഓക്കെ, ഇത് പറഞ്ഞിട്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒത്തിരി പേര് നമുക്ക് പേഴ്സണലി എനിക്കത് ഇഷ്ടമാണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ടോ അതിൽ സൊല്യൂഷൻസ് പറഞ്ഞു തരാനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളവർക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു റീസെൻ്റായിട്ട് നിങ്ങൾ നമ്മുടെ വ്യൂവേഴ്സിന് പലർക്കും ഈ ഒരു കാര്യം അറിയുന്നുണ്ടാവില്ല. ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ടെങ്കിലും ആൾക്ക് നിങ്ങൾ പ്രയോറിറ്റി ആണോ, അവർ നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാം. ബിക്കോസ് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വർത്ത് ഉണ്ടോ, ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോറിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റുന്നുണ്ടോ. അപ്പം എങ്ങനെയുള്ള ആളുകളാണ് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ റീസെൻ്റായിട്ട് ഇന്ന് നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ട്, ബ്രേക്കപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യണം. നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം? നിങ്ങൾ ഒരു തരത്തിലും ആ ഒരു വ്യക്തിയായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള ഡീറ്റെയിൽസും നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വിവരങ്ങളും ആ ഒരു വ്യക്തിക്ക് കിട്ടാൻ പാടില്ല. ഓക്കെ, മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരു തരത്തിലും ആ ഒരു വ്യക്തിയെ ചേസ് ചെയ്യാൻ പാടില്ല, അവരുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാൻ പാടില്ല. അതുമാത്രമല്ല, നിങ്ങൾ ആ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഒഴിവാക്കുക. ഓക്കെ, സോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈം, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു ബ്രേക്കപ്പിൻ്റെ ഒരു 7 to 8 days ഉറപ്പായിട്ടും ആ ഒരു വ്യക്തിക്ക് അവരവരുടെ ഹാപ്പിനെസ്സിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ടാവും. ഓക്കെ, അതിൽ കുറച്ച് സമയം ലൈക്ക് ആ ഒരു 7-8 days കഴിയുന്ന ആ ഒരു മൊമെൻറ്റ് നിങ്ങൾ ഒരു തരത്തിലും കോണ്ടാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമാണ് നിങ്ങളുടെ കണക്ഷനിലെ നിങ്ങൾക്ക് അറിയേണ്ട കറക്റ്റ് ടൈം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ആൻസർ കിട്ടാൻ പോകുന്ന ഒരു ടൈമാണത്. ഓക്കെ, ഈ ഒരു 7-8 days കഴിയുമ്പോഴേക്കും ഈ ഒരു വ്യക്തി ശരിക്കും നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങും. അവർക്ക് നിങ്ങളുടെ ലൈഫിൽ വാല്യൂ ഉണ്ട് എങ്കിൽ മാത്രം. ഓക്കെ, ഒരു വാല്യൂ അവർക്കുണ്ട്, അവർ നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെ ഈ ഒരു ഇത്രയും ദിവസത്തിനുള്ളിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും. എഗെയിൻ നിങ്ങളെന്നോട് ചോദിക്കുകയാണ്, മാം എത്ര നാൾ വരെ നമ്മൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 month. ഓക്കെ, ഈ ഒരു 7 to 8 days കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് വെയിറ്റിങ്ങിന് ഒരു ടൈം 1 month ആണ്. ഈ ഒരു 1 monthന് ശേഷവും ഈ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് മീനിങ്സ് ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരിക്കൽ പോലും അറ്റാച്ച്ഡ് ആയിട്ട് ഇരുന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു 1 month പോയിട്ട് ഒരു ഡേ പോലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെയും നമ്മൾ ടൈം കൊടുക്കുന്നുണ്ട് 1 month. ഈ ഒരു 1 monthൽ നിങ്ങളുമായിട്ട് ഒരു തരത്തിലും അവർ കണക്റ്റ് ആവാൻ ശ്രമിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസും അറിയാൻ അവർ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അതിന് മീനിങ് ആ ഒരു വ്യക്തി നിങ്ങൾ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, അവരുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റി ഇല്ലാന്ന് തന്നെയാണ്. ഓക്കെ, ഈ ഒരു ടൈമിൽ നിങ്ങൾ ഡിറ്റാച്ചും ആയിട്ടുണ്ടാവും കുറേയൊക്കെ. ഇനിയിപ്പം നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിക്കൊന്നും ഒരു തരത്തിലുള്ള ക്ലാരിറ്റി നിങ്ങൾക്കില്ല എന്നുള്ള ഒരു എനർജിയിൽ തന്നെയാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, നോ കോണ്ടാക്റ്റിലേക്ക് പോവുക നേരെ. യൂണിവേഴ്സായിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തന്നെയായിട്ട് നിങ്ങൾക്കുള്ള ആ ഒരു മറുപടി എന്താണോ ആ ഒരു മറുപടി ആ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തരത്തിലും നിങ്ങൾ അവരെ ചേസ് ചെയ്യുകയോ അല്ല ഫ്രണ്ടിനെ കൊണ്ട് സംസാരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഫേക്ക് IDs ക്രിയേറ്റ് ചെയ്ത് അവർക്ക് മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം ഫോളോ ചെയ്താൽ മതി. ഒരു തരത്തിലും ഒരു എനർജീസും കൊടുക്കാതിരിക്കുക, ഒരു തരത്തിലും ആ ഒരു വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ കണക്ഷൻ്റെ വാസ്തവികത എന്താണെന്നും ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് പറയാനായിരുന്നു. നിങ്ങൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഇത് ആവശ്യമാണ്, നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പാവും ഇത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ള കണക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യൂസ്ഫുൾ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊന്നും ഒരിക്കലും നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ടൈമും നിങ്ങളുടെ എനർജീസും നിങ്ങളെന്നുള്ളൊരു വ്യക്തിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വാല്യുബിൾ ആണ്. നിങ്ങൾക്ക് വാല്യൂ കൊടുക്കാത്തതുകൊണ്ടാണ്, നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നുള്ളത്. ഒരാളുടെയും മുന്നിൽ റിലേഷൻഷിപ്പിന് വേണ്ടി ബെഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്.